നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ജഗദീഷും ഗണേഷും തമ്മിലുള്ള പോര് പണ്ട് പ്രസിദ്ധമാണ്. പ്രത്യേകിച്ച് പത്തനാപുരത്ത് ഇരുവരും നേർക്കുനേർ കൊമ്പ് കോർത്ത ആ സംഭവം മുതൽ താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജഗദീഷ് നാമനിർദ്ദേശ പത്രിക കൊടുത്ത അന്ന് മുതൽ ഗണേശൻ കളികൾ തുടങ്ങി. ഇപ്പോഴിതാ ഗണേശൻ പറയുന്നു താരസംഘടനയുടെ തലപ്പത്ത് സ്ത്രീകൾ വരണമെന്ന്. സ്ത്രീവിരുദ്ധ സംഘടനയാണ് അമ്മ എന്ന ചർച്ചകളുണ്ടെന്നും അത് മാറണമെങ്കിൽ ഒരു സ്ത്രീ തന്നെ അതിൻ്റെ തലപ്പത്ത് വരണമെന്നും ഇപ്പോൾ ഗണേഷ് കുമാർ പറയുന്നു. പുതിയ സാഹചര്യത്തിൽ അമ്മയെ സ്ത്രീകൾ നയിക്കുന്നതാണ് നല്ലത് എന്നാണ് ഗണേഷ് കുമാർ തുറന്നടിച്ചത്. സാമ്പത്തിക അച്ചടക്കത്തിലടക്കം കൂടുതൽ ശ്രദ്ധയുണ്ടാകും. സംഘടനയുടെ പണം ധൂർത്തടിക്കുന്ന കൈകളിലേക്ക് പോവാതെ സംരക്ഷിക്കണം. ഭൂരിപക്ഷം പേരും തൻ്റെ അഭിപ്രായത്തോട് യോജിക്കുമെന്നാണ് ഗണേഷ് കുമാർ പറയുന്നത്. നേതൃത്വം വനിതകൾ ഏറ്റെടുക്കണം. പ്രധാന പദവികളിലേക്ക് സ്ത്രീകൾ കടന്നുവരട്ടെ എന്ന് ഗണേഷ് കുമാർ പറയുന്നത് അത്ര നിഷ്കളങ്കമായല്ല. പഴയ ജഗദീഷ് വിരോധം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കത്തിയാളുന്നത്. പ്രമാണിമാർ മാത്രമാണ് സംഘടനയുടെ തലപ്പത്തേക്ക് മത്സരിക്കുന്നത് എന്ന പ്രചരണമുണ്ടായിരുന്നു. സംഘടനയിൽ ജനാധിപത്യമില്ല എന്ന പ്രചരണവും ശക്തമായിരുന്നു. അതൊക്കെ നീങ്ങിക്കിട്ടണമെങ്കിൽ ഒരു വനിത സംഘടനയുടെ തലപ്പത്തേക്ക് വരണം. ഗണേഷ് കുമാർ എന്തുകൊണ്ടാണ് ഇത്തരമൊരു അഭിപ്രായ പ്രകടനവുമായി ഇപ്പോൾ കളം നിറയുന്നത്? ഗണേഷ് കുമാർ കളം നിറയുന്നതിന് മുൻപ് തന്നെ മാലാ പാർവതി കളത്തിലിറങ്ങി കളിച്ചിരുന്നു. ശ്വേതാ മേനോനെ മുൻനിർത്തി ഇപ്പോൾ അമ്മ എന്ന സംഘടനയെ പിടിക്കാനാണ് ഒരു കൂട്ടർ ശ്രമിക്കുന്നത്. മമ്മൂട്ടിയുടെ പൂർണ്ണ പിന്തുണ ശ്വേതാ മേനോനുണ്ട്. അതുതന്നെയാണ് ആ കൂട്ടരുടെ മുഖ്യ ആയുധവും. മമ്മൂട്ടിയുടെ പിന്തുണ ശ്വേതാ മേനോന് നേടാൻ കഴിഞ്ഞതോടെ മോഹൻലാൽ അടക്കമുള്ളവർ ശ്വേതയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിലുമെത്തി. ഇതാണ് ജഗദീഷിനെ അടിമുടി വിറപ്പിച്ചിരിക്കുന്നത്. നിലവിൽ 6 പേരാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക നൽകിയിരിക്കുന്നത്. ജഗദീഷ്, ശ്വേതാ മേനോൻ, ദേവൻ, രവീന്ദ്രൻ, ജയൻ ചേർത്തല, അനൂപ് ചന്ദ്രൻ എന്നിവർ. ഏറ്റവും മുഖ്യമായി മത്സരരംഗത്തുണ്ടായിരുന്നത് ജഗദീഷും ശ്വേതാ മേനോനും. നേരത്തെ നടൻ ജോയി മാത്യുവിൻ്റെ പേരും പ്രസിഡന്റ് സ്ഥാനത്ത് ഉയർന്നു കേട്ടിരുന്നു. എന്നാൽ ജോയി മാത്യുവിൻ്റെ പത്രിക തള്ളിയിരുന്നു. ജഗദീഷിനെതിരെ ഇപ്പോൾ നടക്കുന്നത് ആസൂത്രിത ആക്രമണമാണ്. ശ്വേതാ മേനോന് മമ്മൂട്ടിയുടെ പിന്തുണ ലഭിച്ചതോടെ ശ്വേത ഒരുപടി മുന്നിൽ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ശ്വേതയെ മുൻനിർത്തി ജഗദീഷിനെ ഇടിച്ചു തെറിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ഗണേഷ് കുമാർ. ഇതിനിടയിൽ ജഗദീഷിനെതിരെ ഗുരുതര ആരോപണവുമായി മാലാ പാർവതി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ജനറൽ സെക്രട്ടറി സിദ്ദിഖിനെതിരായി ആരോപണമുയർന്നപ്പോൾ ജഗദീഷ് സംഘടനയെ പ്രതിസന്ധിയിലാക്കി കയ്യടി നേടിയെന്നാണ് മാലാ പാർവതി ആക്ഷേപിച്ചത്. പുറത്തൊക്കെ ജഗദീഷിന് ഹീറോ ഇമേജാണ്. എന്നാൽ അദ്ദേഹം സംഘടനയെ ദീർഘകാലം പ്രതിസന്ധിയിലാഴ്ത്തി. ജഗദീഷ് ഒരു ഒറ്റുകാരനാണ് എന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം അമ്മയിലുണ്ടെന്ന് മാലാ പാർവതി തുറന്നടിച്ചു. ബാബുരാജിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് മാലാ പാർവതി മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചത്. ബാബുരാജ് സംഘടനാ പാഠവുമുള്ള വ്യക്തിയാണ്. എന്നാൽ ആരോപണ വിധേയർ ഭാരവാഹികളാകരുത് എന്ന് സംഘടനയിൽ ഒരു പൊതുധാരണയുണ്ട്. ധാർമ്മികമായി ബാബുരാജ് മത്സരിക്കാൻ പത്രിക നൽകരുതായിരുന്നു. ഇത്തവണ വാശിയേറിയ മത്സരമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരോപണ വിധേയർ മാറി നിൽക്കണമായിരുന്നു. മോഹൻലാൽ ഒറ്റപ്പെട്ടു പോയി. മോഹൻലാലിനെ എല്ലാവരും ചേർന്ന് ഒറ്റപ്പെടുത്തിയെന്നാണ് മാലാ പാർവതി പറയുന്നത്. മലയാള സിനിമ കുത്തഴിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥിതിയുണ്ടായി. അമ്മ എന്ന സംഘടനയാണ് അതിന് കാരണമെന്ന തരത്തിൽ ആളുകൾ പലതും പറഞ്ഞു പരത്തി. ഏറ്റവും ദുർഘടഘട്ടത്തിൽ അമ്മ അതിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിൽക്കുന്ന മോഹൻലാലിനെ പിന്തുണച്ചില്ല എന്ന തോന്നൽ അദ്ദേഹത്തിനുണ്ടായതായി മാലാ പാർവതി തുറന്നടിക്കുന്നു. സംഘടനയിലെ ആരിൽ നിന്നും വലിയ പിന്തുണ തനിക്ക് ലഭിച്ചില്ല എന്ന് മോഹൻലാലിന് തോന്നി. ലാൽ സാർ ശരിക്കും ഒറ്റപ്പെട്ടു പോയി. അതുകൊണ്ടല്ലേ തിരുവനന്തപുരത്ത് വെച്ച് മാധ്യമപ്രവർത്തകരോട് നമ്മളൊക്കെ നേരത്തെ അറിയുന്നവരല്ലേ, ഇത്ര പെട്ടെന്ന് അന്യരായിപ്പോയോ എന്ന് അദ്ദേഹം ചോദിച്ചത്. അമ്മ എന്ന സംഘടനയെ നയിക്കുന്നത് കൊണ്ടാവാം തനിക്ക് നേരെ ഇത്രയും ആക്രമണമുണ്ടാകുന്നത് എന്ന് അദ്ദേഹം കരുതി കാണും. ആരോപണ വിധേയർ മാറി നിൽക്കണമെന്നാണ് മാലാ പാർവതി തുറന്നടിച്ചത്. ബാബുരാജിനെതിരെ കട്ടയ്ക്ക് തന്നെയുള്ള സമീപനം മാലാ പാർവതി കൈക്കൊണ്ടു. എന്നാൽ ജഗദീഷിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് മാലാ പാർവതി മാധ്യമങ്ങൾക്ക് മുന്നിൽ നിരത്തിയത്. ജഗദീഷ് ഏട്ടൻ ജയിക്കുമോ എന്നത് കണ്ടു തന്നെ അറിയാൻ പറ്റുകയുള്ളൂ. അമ്മയിലെ അംഗങ്ങൾക്ക് പല അഭിപ്രായങ്ങളുണ്ട്. പുറത്തൊക്കെ ജഗദീഷ് ഏട്ടൻ ഹീറോയാണ്. എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അമ്മയുടെയും നിർമ്മാതാക്കളുടെ സംഘടനയിലെയും ഫെബ്ക ജനറൽ സെക്രട്ടറിയും ചേർന്ന് മാധ്യമങ്ങളെ കാണാൻ ഒരു തീരുമാനമെടുത്തിരുന്നു. എന്നാൽ ഇതിനെതിരെ ശക്തമായ നിലപാട് കൈക്കൊണ്ടത് ജഗദീഷ് ആയിരുന്നു. പിന്നീട് സിദ്ദിഖിന്റെ പ്രശ്നം വന്നപ്പോൾ ജഗദീഷ് സ്വന്തമായി മാധ്യമങ്ങളെ കണ്ടു. മോഹൻലാൽ അടക്കമുള്ളവർ അന്ന് മാധ്യമങ്ങളെ കാണാൻ തയ്യാറായിരുന്നു. ആ സാധ്യത ജഗദീഷ് പൂർണ്ണമായി അടച്ചു കളഞ്ഞു.
ഭാരവാഹികൾ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല എന്ന് അദ്ദേഹം ചോദിച്ചതോടെ സംഘടന തന്നെ വലിയ പ്രതിസന്ധിയിലായി. സംഘടനയെ പ്രതിസന്ധിയിലാക്കി അദ്ദേഹം അങ്ങനെ കയ്യടി നേടുകയായിരുന്നു. ഇക്കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ തുറന്നു പറഞ്ഞിരുന്നു. തുടർന്ന് എന്നെ ജഗദീഷ് വിളിച്ചു. നിങ്ങളത് പറയരുതായിരുന്നു, നിങ്ങളിൽ നിന്ന് ഞാൻ അത് പ്രതീക്ഷിച്ചില്ല എന്ന് ജഗദീഷ് എന്നോട് പറഞ്ഞു. അങ്ങേക്ക് പറയാനുള്ളത് മാധ്യമങ്ങളോട് പറയണം, തെറ്റുണ്ടെങ്കിൽ തിരുത്താം എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ദിവസം മാധ്യമങ്ങളെ കാണണമെന്ന അമ്മ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഫെബ്ക ഭാരവാഹികൾ പങ്കെടുത്ത യോഗത്തിൽ ഒരു പൊതു അഭിപ്രായമുണ്ടായി. അന്ന് ജഗദീഷ് അതിന് സമ്മതിച്ചില്ല. പിറ്റേന്ന് ഇതേക്കുറിച്ച് ചർച്ച നടന്നപ്പോൾ വിഡ്ഢിത്തം കാണിക്കരുത്, മാധ്യമങ്ങളെ കാണരുത് എന്നായിരുന്നു ജഗദീഷ് പറഞ്ഞത്. ഇതെല്ലാവരെയും മാധ്യമ സമ്മേളനത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചു. എന്നാൽ സിദ്ദിഖിൻ്റെ കാര്യത്തിൽ ആരോപണമുയർന്നപ്പോൾ എന്തിനാണ് ജഗദീഷ് പെട്ടെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പോയി അമ്മയെ തള്ളിപ്പറഞ്ഞത്? ഇപ്പോഴിതാ അഡ്ഹോക് കമ്മിറ്റിയിലുണ്ടായിരുന്ന ചിലർ ഒന്നിച്ചു നിൽക്കുകയാണ്. അവർ പരസ്പരം പിന്തുണച്ചുകൊണ്ട് അമ്മയുടെ പെൺമക്കൾ എന്നൊരു വാട്സാപ്പ് ഗ്രൂപ്പിന് രൂപം നൽകിയിരിക്കുന്നു. ചില ഓൺലൈൻ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് പല നടീനടന്മാർക്കെതിരെയും അപവാദ കഥകൾ വരെ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നു. ജഗദീഷിനെതിരെ അതിശക്തമായ പ്രചാരണമാണ് ഒരു കൂട്ടർ നടത്തുന്നത്. അതിനു പിന്നിൽ ചരട് വലിക്കുന്നത് ഗണേശൻ തന്നെ. മാലാപാർവതിയും മറ്റു ചില നടിമാരുമൊക്കെ ജഗദീഷിനെതിരെ പരസ്യ നിലപാട് കൈക്കൊണ്ടു കഴിഞ്ഞു. ജഗദീഷ് ഒരു മോഹൻലാൽ വിരുദ്ധനാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ടാണ് ജഗദീഷിനെതിരെ അവർ ബോധപൂർവ പ്രചരണങ്ങൾ അഴിച്ചുവിട്ടിരിക്കുന്നത്. ആരോപണ വിധേയനായ ബാബുരാജ് മാറി നിൽക്കണമായിരുന്നുവെന്ന് മാലാപാർവതി തുറന്നടിക്കുമ്പോൾ മറ്റു ചില ലക്ഷ്യങ്ങൾ കൂടി മാലാപാർവതിക്കുണ്ട്. ആരോപണ വിധേയർ മാറി നിൽക്കണമെന്ന ഒരു പൊതുധാരണ ദിലീപിനെതിരായ ആരോപണം വന്ന അന്നു മുതൽ സംഘടനയിൽ ഉണ്ടായിരുന്നു. അമ്മ വലിയ സംഘടനയായിരിക്കണം, അതിൻ്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരമായിരിക്കണമെന്ന് ഒരിക്കൽ ഞങ്ങൾ ഒരു പൊതുധാരണയിലെത്തി. സംഘടനയെ നയിക്കുന്നവർ സംശുദ്ധരാകണമെന്നായിരുന്നു പൊതുധാരണ. ആരോപണ വിധേയരായവർ യാതൊരുവിധ പദവിയും വഹിക്കരുത് എന്ന ധാരണ അങ്ങനെയാണ് അമ്മയിൽ ഉരുത്തിരിഞ്ഞത്. ദിലീപിന് ശേഷം പലർക്കെതിരെയും ആരോപണങ്ങൾ ഉയർന്നു വന്നു. വിജയ് ബാബുവിൻ്റെ കേസിൽ അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചു. തുടക്കത്തിൽ കേട്ടിരുന്നത് പോലെ ഗുരുതരമായ ആരോപണങ്ങളായിരുന്നില്ല വിജയ് ബാബുവിനെതിരെ ഉണ്ടായിരുന്നത്. കേസുമായി ബന്ധപ്പെട്ട രേഖകൾ വായിച്ചാൽ അത് മനസ്സിലാകുമെന്നാണ് മാലാപാർവതി പറയുന്നത്. അത് മറ്റൊരു കാര്യമാണ്, കോടതി പറയട്ടെ. എന്നിട്ടും വിജയ് ബാബു മാറി നിൽക്കുന്നു. സിദ്ദിഖിനെതിരെ കേസെടുത്തു. സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം നേടി അദ്ദേഹം മാറി നിൽക്കുന്നു. ഒരു നടി ആരോപണം ഉന്നയിച്ചപ്പോൾ ഇടവേള ബാബു മാറി നിന്നു. ഇതെല്ലാം മര്യാദയുടെ പുറത്താണ്. എന്നാൽ ഒരാൾക്ക് മാത്രം ഇളവ് പറ്റില്ല, എനിക്കെന്തുമാവാം, ഞാൻ മുൻകൂർ ജാമ്യത്തിലാണ്, എനിക്ക് വിഷയമല്ല, ഞാൻ നയിക്കും എന്ന് പറയുന്നത് അമ്മയിലെ പല അംഗങ്ങൾക്കും സ്വീകാര്യമല്ല. ബാബുരാജ് എന്ന അംഗത്തിന് സംഘടനാ പാഠവുമുണ്ട്, അംഗങ്ങളെ ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള കഴിവുമുണ്ട്. രോഗികളായ അംഗങ്ങൾക്ക് മരുന്ന് പോലെയുള്ള പദ്ധതി കൂട്ടിച്ചേർത്തത് അദ്ദേഹത്തിൻ്റെ കാലയളവിലാണ്. പക്ഷേ ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉയർന്ന സാഹചര്യത്തിൽ അദ്ദേഹം മാറി നിൽക്കേണ്ടതായിരുന്നു. ഒരു വശത്ത് ബാബുരാജിനെതിരെ ഒരു പരസ്യ നിലപാട് സ്വീകരിച്ചുകൊണ്ട് കൃത്യമായ അജണ്ട തന്നെയാണ് മാലാപാർവതി മുന്നോട്ട് വയ്ക്കുന്നത്. ജഗദീഷിനെതിരെ അമ്മയിലെ അംഗങ്ങളുടെ ഒരു പൊതുവികാരം ഇളക്കിവിടുക. തനിക്കെതിരെ വലിയ പ്രചരണം നടക്കുന്നുവെന്ന് ഇതിനിടയിൽ ജഗദീഷ് തിരിച്ചറിഞ്ഞു. ഒടുവിൽ ജഗദീഷ് പിന്മാറിയേക്കുമെന്ന് മാധ്യമങ്ങളിൽ വാർത്തയും നിറയുന്നു. ഇതൊക്കെ ഊഹാപോഹങ്ങളാണ്. തനിക്കെതിരായി അതിശക്തമായ പ്രചരണം നടക്കുന്നുവെന്ന് മനസ്സിലാക്കിയ ജഗദീഷ് ഇതിനിടയിൽ മമ്മൂട്ടിയുമായും മോഹൻലാലുമായും മൊബൈലിൽ സംസാരിച്ചു. രണ്ടുപേരും തന്നോട് പിന്മാറാൻ ആവശ്യപ്പെട്ടാൽ പിന്മാറുമെന്നാണ് ജഗദീഷ് പറഞ്ഞത്. മമ്മൂട്ടി ജഗദീഷിനോട് പിന്മാറുന്നതാണ് നല്ലത് എന്ന തലത്തിൽ ചില സൂചനകൾ നൽകിയത്രേ. ശ്വേതാ മേനോൻ്റെ കാര്യത്തിൽ മോഹൻലാലിനും ഒരു അനുകൂല നിലപാടുണ്ട്. ഗണേഷ് കുമാറിനെ പിണക്കി മോഹൻലാൽ ഒരു തീരുമാനമെടുക്കില്ല. അതുകൊണ്ട് തന്നെ കളമത്ര പന്തിയല്ല എന്ന് ജഗദീഷ് ഇക്കുറി തിരിച്ചറിഞ്ഞിരിക്കുന്നു. എല്ലാവരുടെയും ആഗ്രഹം അതാണെങ്കിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു വനിത തന്നെ വരട്ടെ എന്നൊടുവിൽ ജഗദീഷ് പറഞ്ഞു നിർത്തി. ജഗദീഷ് ഉൾപ്പെടെ 6 പേരായിരുന്നു അമ്മയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ഒരുങ്ങിയിറങ്ങിയത്. ജഗദീഷ് പിന്മാറുന്നതോടെ മറ്റു ചില ആളുകളും പിന്മാറുമെന്ന വാർത്തകൾ അന്തരീക്ഷത്തിൽ നിറയുന്നു. ശ്വേതാ മേനോനുള്ള പൊതുസ്വീകാര്യത ഉയർത്താൻ ഒരു കൂട്ടായ ശ്രമം ചില കേന്ദ്രങ്ങളിൽ നടക്കുന്നു. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി കഴിഞ്ഞാൽ മത്സര ചിത്രം മാറാൻ സാധ്യതയുണ്ടെന്നാണ് ഏറ്റവും ഒടുവിൽ ജഗദീഷ് പ്രതികരിക്കുന്നത്. അമ്മയിൽ ആരൊക്കെയാണ് ഭാരവാഹികളാകേണ്ടത് എന്ന അംഗങ്ങൾക്ക് വ്യക്തമായ തീരുമാനമുണ്ട്. അതനുസരിച്ചായിരിക്കും തെരഞ്ഞെടുപ്പ്. ഇത് പോരാട്ടമോ യുദ്ധമോ ഒന്നുമല്ല, അമ്മയുടെ മക്കൾ തമ്മിൽ ആരോഗ്യകരമായ ഒരു മത്സരം. എന്നാൽ ജഗദീഷിനെതിരെ ഇപ്പോൾ നടക്കുന്നത് ഏറ്റവും നെറികെട്ട പ്രചരണങ്ങളാണ്. ഇതിനിടയിൽ ശ്വേതാ മേനോൻ ജഗദീഷിനെ ഫോണിൽ വിളിച്ചു.
അമ്മയുടെ മക്കൾ തമ്മിലുള്ള ആരോഗ്യകരമായ മത്സരമാണിത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുകയാണ് ഞാനും ശ്വേതയുമെന്ന് ജഗദീഷ് ശ്വേതാ മേനോനെ ഓർമ്മപ്പെടുത്തി. അമ്മയിൽ ആരൊക്കെയാണ് ഭാരവാഹികളാകേണ്ടത് എന്ന അംഗങ്ങൾക്ക് വ്യക്തമായ തീരുമാനമുണ്ട്. ശ്വേതയോട് ജഗദീഷ് പറഞ്ഞു, ഇതൊരു സൗഹൃദ മത്സരമായിരിക്കും, അതിൽ കൂടുതൽ വലിയ പോരാട്ടം നടക്കുന്നു എന്ന വികാരത്തിലൊന്നും ഈ കാര്യങ്ങൾ എടുക്കേണ്ട. കൂടുതൽ പേർ മത്സരിക്കാൻ രംഗത്ത് വരുന്നത് നല്ലതാണ് എന്ന നിലപാടാണ് ജഗദീഷിനുള്ളത്. പരസ്പര ധാരണയും വിട്ടുവീഴ്ചയും നടത്തി സ്ഥാനാർത്ഥികളുടെ എണ്ണം കുറയ്ക്കണം എന്ന വാദം അമ്മയിൽ ശക്തമാകുന്നു. 2024 മുതൽ 27 വരെയുള്ള കാലയളവിൽ 16 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ തെരഞ്ഞെടുത്തിരുന്നു. ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റി രാജിവെച്ചത് 2024 സെപ്റ്റംബറിൽ. അന്നു മുതൽ അഡ്ഹോക് കമ്മിറ്റിയാണ് അസോസിയേഷന് നേതൃത്വം കൊടുക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വൈസ് പ്രസിഡന്റുമാരായിരുന്നു ജയൻ ചേർത്തലയും ജഗദീഷും. ജനറൽ സെക്രട്ടറിമാരായി സിദ്ദിഖും ജോയിന്റ് സെക്രട്ടറിയായി ബാബുരാജും അന്ന് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. 7 വർഷമായി അസോസിയേഷൻ പ്രസിഡന്റ് സ്ഥാനത്ത് തുടർന്നതിന് ശേഷമാണ് ഒടുവിൽ മോഹൻലാൽ രാജിവെച്ചത്. അതും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഉയർന്ന അതിശക്തമായ വിമർശനങ്ങളെ തുടർന്ന്. യുവനിര തലപ്പത്തേക്ക് വളർന്നു വരട്ടെ എന്നാണ് അന്ന് മോഹൻലാൽ അഭിപ്രായപ്പെട്ടത്. എന്നാൽ പലരുടെയും താൽപ്പര്യം സംരക്ഷിക്കാൻ വനിതയെന്ന പേരിൽ ഇപ്പോൾ ശ്വേതാ മേനോനെ ആ സ്ഥാനത്തിരുത്താനുള്ള ആസൂത്രിത നീക്കമാണ് മറുവശത്ത് നമ്മൾ കാണുന്നത്. സിനിമയിലെ സ്ത്രീകൾക്കെതിരായ പീഡനങ്ങളും മോശം സമീപനങ്ങളുമൊക്കെ വെളിപ്പെടുത്തിയ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ രൂക്ഷമായ വിമർശനങ്ങൾ സമൂഹത്തിൽ ഉയർന്നു. സമൂഹ മാധ്യമങ്ങളിൽ വലിയ പരിഹാസങ്ങളും. എന്നാൽ എല്ലാം ഒതുക്കി അമർത്തി ഇപ്പോൾ അമ്മ വീണ്ടും രംഗത്തേക്ക് വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുണ്ടായ കോലാഹലങ്ങൾ സമാനതകളില്ലാത്ത പ്രതിസന്ധിയിൽ അമ്മയെ എത്തിച്ചിരുന്നു. പലപ്പോഴും അമ്മയെന്ന സംഘടനയെ ഏറ്റവും ജീവസുറ്റതാക്കി നിർത്തിയത് മോഹൻലാലിൻ്റെ നേതൃത്വപാടവം തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബ്രാൻഡ് ഉപയോഗിച്ച് സംഘടിപ്പിക്കുന്ന താര പ്രോഗ്രാമുകളിലൂടെ വലിയ ഫണ്ട് ശേഖരണവും അമ്മ നടത്തി. ബാബുരാജിനെതിരെ പീഡനക്കേസ് ഉയർത്തി ബാബുരാജിനെ വെട്ടിമാറ്റുക, ജഗദീഷിനെ ഒറ്റുകാരനായി ചിത്രീകരിച്ച് അമ്മയുടെ തലപ്പത്തെത്താതിരിക്കാനുള്ള കുൽസിത നീക്കം വ്യക്തമാകുന്നുവെന്ന് മനസ്സിലാക്കിയാണ് ഇപ്പോൾ ജഗദീഷ് പിന്മാറ്റത്തിനൊരുങ്ങുന്നത്. അമ്മയുടെ തെരഞ്ഞെടുപ്പിൽ ആരോപണ വിധേയർ മത്സരിക്കുന്നതിനെതിരെ രൂക്ഷ വിമർശനവുമായി നടിയും അമ്മയുടെ ആജീവനാന്ത അംഗവുമായ മല്ലിക സുകുമാരൻ ഇതിനിടയിൽ രംഗത്തെത്തി. ബാബുരാജിനെതിരെയാണ് മല്ലിക സുകുമാരൻ പരസ്യമായി നിലപാടെടുത്തത്. അമ്മയുടെ നിയമം ബാബുരാജിനു വേണ്ടി മാത്രം മാറ്റരുതെന്നും ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് സിസ്റ്റത്തിൽ മാറ്റം വരുത്തുന്നത് ആരുടെ തീരുമാനമാണെന്നും മല്ലിക സുകുമാരൻ ചോദിച്ചു. സ്പോൺസറെ കണ്ടെത്തുന്നതും ഏതെങ്കിലും പരിപാടിക്ക് ലക്ഷങ്ങൾ ലാഭമുണ്ടാക്കി നൽകുന്നതും അയാൾ ചെയ്ത തെറ്റുമായി താരതമ്യപ്പെടുത്തരുത്. പെൻഷൻ വാങ്ങിക്കുന്നവരും ആരോപണ വിധേയരും മത്സരിക്കരുത് എന്നതാണ് പൊതുനിയമം. ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്നവർക്ക് മത്സരിക്കാമെങ്കിൽ എന്തുകൊണ്ട് പെൻഷൻ വാങ്ങിക്കുന്നവർക്ക് മത്സരിച്ചുകൂടാ എന്ന് മല്ലിക സുകുമാരൻ ചോദിക്കുന്നു. ബാബുരാജ് മത്സരിക്കുന്നുണ്ടെങ്കിൽ അതിനു പിന്നിൽ സ്വാർത്ഥ താല്പര്യമുണ്ട് എന്ന് അനൂപ് ചന്ദ്രൻ ഇതിനിടയിൽ വെളിപ്പെടുത്തി. അനൂപ് ചന്ദ്രൻ്റെ ഈ പ്രസ്താവന വലിയ വിവാദ കോലാഹലമായിരിക്കുന്നു അമ്മയിൽ. സ്വാർത്ഥ താല്പര്യമുണ്ടെങ്കിൽ അത് ആർക്കു വേണ്ടി? പലരും ചരിത്രമോർമ്മിപ്പിച്ച് കടന്നു വരുന്നു. ബാബുരാജിനെതിരെ അതിശക്തമായ നിലപാടെടുക്കുമ്പോൾ ജഗദീഷിനെ കൂട്ടം ചേർന്ന് ആക്രമിച്ചു ഓടിക്കാൻ ശ്രമിക്കുന്നത് ചില സ്വാർത്ഥ താല്പര്യക്കാർ എന്ന അണിയറയിൽ സംസാരം ശക്തം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.